നമസ്കാരം, സുനിത കുക്കൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്ന ഒരു കപ്പപ്പുഴുക്കാണ് കേട്ടോ. അതിനിതാ വിറകടുപ്പിലേക്ക് കുറച്ച് കപ്പ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് വേകുന്ന കപ്പയാണെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ കുറച്ച് കൊഴുപ്പുള്ള കപ്പയുണ്ടല്ലോ, അതാണോ ഒന്നും കൂടെ ഒന്ന് നോക്കണം. അപ്പം അത് ഞാനിങ്ങനെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. ഒരു വഴുവഴുപ്പുള്ള കപ്പയുണ്ടല്ലോ, അതാണെങ്കിൽ അത്ര നന്നായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊന്ന് തിളച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. അപ്പോൾ ഈ പുഴുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേകുന്ന കപ്പ അത്ര നന്നായിട്ടുണ്ടാവില്ല കേട്ടോ ഇതിന്. അപ്പോൾ ഒന്ന് നോക്കിയിട്ട്, അപ്പോൾ നല്ല വഴുവഴുപ്പ് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നോക്കിട്ടോ. അപ്പം അതാ നല്ല വഴുവഴുപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. ഈ കപ്പപ്പുഴുക്കിന്റെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഇതുപോലെയല്ല, നല്ലതുപോലെ തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് വേകുന്ന കപ്പയാണ് കേട്ടോ അത്. അതിന്റെ പുഴുക്ക് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതെ ആ വെള്ളം അങ്ങ് ഊറ്റി കളഞ്ഞിട്ട് അടുത്ത കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. ആ വെള്ളം ഒഴിക്കുന്നത് നമ്മുടെ ഈ ആലുവ അടുപ്പില്ലേ, അതിന്റെ സെന്ററിലൊരു കുഞ്ഞൊരടുപ്പ് ഉണ്ടാവുമല്ലോ, അതിൽ ഞാൻ എപ്പോഴും വെള്ളം വെച്ചിട്ടുണ്ടാകും. അപ്പം അത് തിളച്ചിരിക്കുന്ന ആ വെള്ളമാണ് ഒഴിക്കുന്നത്. അതാണ് ഞാൻ കാണിച്ചത് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, ഇളക്കി. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കുമ്പോഴേ ഇത് വേകുള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് വേകുന്ന കപ്പയല്ല എങ്കിൽ കൂടി കുറച്ച് സമയം നമ്മൾ വെക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് വെന്ത് ഉടയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉടയാൻ പാടില്ല കേട്ടോ ഈ പുഴുക്ക്. അപ്പൊ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഇളക്കി നോക്കുകയാണ്. ഇത് ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പിട്ട് ആ വീഡിയോയുടെ ഒരു രീതിയിൽ പോകും. ഇത് അങ്ങനെ പാടില്ല. ഒരുവിധം ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മളത് ഊറ്റിയെടുക്കണം. അപ്പൊ ഞാൻ വെന്തോന്ന് നോക്കിയതാണ്. ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് കൂടി നടച്ചു വെച്ചു കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ അത് തിളച്ച് തൂവുന്നുണ്ട്. അതിന് വേണ്ടി സൈഡ് തുറന്നൊന്ന് വെച്ച് കൊടുത്തു. ഇപ്പൊ കണ്ടോ, ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് മതി, ഇതാണ് ഇതിന്റെ പാകം. ഇനി നമുക്കിത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞെടുക്കാം. ഇനി വീണ്ടും ഒന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തു. ആ വെള്ളമൊക്കെ ഒന്ന് തോർന്നു വരണം. അതായത് ഇതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ ഇത്രയും ചേർത്താൽ മതി. ഒരുപാട് തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു രീതിയിൽ പോകും. അങ്ങനെ പാടില്ല, കുറേശ്ശെ തേങ്ങ ഇതിൽ കിടക്കാൻ പാടുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ ഭയങ്കരമായ ഒരു ടേസ്റ്റും നല്ല രീതിയിൽ നമുക്കത് കഴിക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. അപ്പം കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചമ്മന്തി. അതായി ഞാൻ ഈ ചീനിച്ചട്ടിയാണ് കേട്ടോ. ഇതിൽ ഞാൻ തേച്ച് കഴുകിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ പുരട്ടി വെക്കാറുണ്ട് കേട്ടോ. അതാണ് ഞാൻ കാണിച്ചത്. എന്നിട്ട് ഈ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വറ്റൽമുളക് അതങ്ങ് ചേർത്ത് കൊടുത്തു. ഇതിൽ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കണം എന്നില്ല, വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല തീ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാകും കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതാ കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർക്കണം ഇതിലേക്ക്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ വറ്റൽമുളക് കൂടുതൽ ചേർക്കാം. പ്രത്യേക കണക്കുകളൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എനിക്ക് ചോറാണ് കേട്ടോ അടുപ്പിലിരിക്കുന്നത്. അപ്പോൾ വേറെ ട്രൈപോഡിന് ഇപ്പോൾ മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇതാ മിക്സിയിലിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതേ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. പഴയകാല വിഭവമായതുകൊണ്ട് തന്നെ ഞാൻ മൺപാത്രത്തിലാണ് കേട്ടോ ഒക്കെ ചെയ്യുന്നത്. മൺപാത്രം, ചിരട്ടത്തവി ഇതൊക്കെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ. നമുക്ക് പ്ലേറ്റിലേക്ക് കപ്പപ്പുഴുക്ക് എടുത്തു. ഇനി നമുക്ക് നമ്മുടെ മുളക് ചമ്മന്തി എടുത്തു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്.
അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല എരിവുമാണ്. കൂടുതൽ എരിവുള്ളവർക്കൊക്കെ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ഈ ചെറിയ ഉള്ളിക്ക് പകരം നമുക്ക് വെളുത്തുള്ളി വേണമെങ്കിലും ചേർക്കാൻ പറ്റും. താങ്ക് യു.